പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിവിശുദ്ധമായ നാമം ഇന്ന് പകലിൽ സ്തുതിക്കപ്പെടട്ടെ. ദൈവസവിധേ വിശുദ്ധ ആരാധനയ്ക്കായി വരാൻ ദൈവം നമുക്ക് ആയുസ്സും ആരോഗ്യവും അവസരവും നൽകി. ദൈവത്തിന്റെ നിലച്ചു പോകാത്ത വിശ്വസ്തതയോർത്ത് സന്തോഷത്തോടെ ഞാൻ കർത്താവിന് മഹത്വം സമർപ്പിക്കുകയാണ്. ഇന്ന് നാം ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം ഞാനൊരു ക്രിസ്ത്യാനിയാണോ എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ലോകത്തിൽ ഏതാണ്ട് 2000-ലധികം ക്രിസ്തീയ വിഭാഗങ്ങളുണ്ട്. 2000-ലധികം ക്രിസ്തീയ വിഭാഗങ്ങളുണ്ട്. എല്ലാ ക്രൈസ്തവ സമൂഹങ്ങളും അവരാണ് യഥാർത്ഥ ക്രൈസ്തവർ എന്ന് അവകാശപ്പെടുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഓർത്തഡോക്സുകാര്, യാക്കോബ സഭയുമായി ബന്ധപ്പെട്ടുള്ള ഓർത്തഡോക്സുകാർ, ജേക്കബ് ബുർദാന എന്ന ഒരു വ്യക്തിയോട് ചേർന്നാണ് ആ ജാക്കോബൈറ്റ്സ് എന്ന പേര് വന്നിരിക്കുന്നത്. അപ്പൊ അവര് പറയുന്നത് യാഥാസ്ഥിതികരായ ആളുകൾ ഞങ്ങളാണ്, ഓർത്തഡോക്സുകാരാണ്, യഥാർത്ഥ വിശ്വാസം പേർന്നവരാണ് ഞങ്ങൾ. കത്തോലിക്ക സഭ, യൂണിവേഴ്സൽ ചർച്ച്, കാതോലിസം അല്ലെ, കാത്തലിക്സ് അല്ലെ. അപ്പൊ ലോകത്തെല്ലായിടത്തുമുള്ള ഒരു സഭാവിഭാഗം എന്ന രീതിയിൽ ഞങ്ങളാണ് യഥാർത്ഥ ക്രൈസ്തവർ. മർത്തോമാ സഭ യാക്കോബായിൽ നിന്ന് ഒരു വേർപാടിനു വേണ്ടി ഇറങ്ങിത്തിരിച്ചവരാണ് മർത്തോമക്കാർ. അവര് പറയുന്നത് സെന്റ് തോമസിന്റെ ആ പൂർവീക പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്ന ഞങ്ങളാണ് യഥാർത്ഥ ക്രിസ്ത്യാനി. അവരിൽ കുറച്ചുകൂടെ ഒരു ഉണർവിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചവരാണ് ഇവാഞ്ചലിക്കൽ സഭ അല്ലെ. സുവിശേഷ സംബന്ധമായി നിൽക്കുന്ന ഒരു സഭയാണ് ഞങ്ങൾ എന്ന് അവർ അവകാശപ്പെടുകയാണ്. ബ്രദറൻ ബാപ്റ്റിസ്റ്റ് സമൂഹങ്ങൾ, സഹോദര സ്നേഹത്തിന് നിലനിൽക്കുന്ന ഞങ്ങളാണ് യഥാർത്ഥ ക്രൈസ്തവർ. പെന്തക്കോസ്തുകാർ പറയുന്നത് അല്ല, ആദിമ സഭ ആരംഭിച്ചത് ഒരു പെന്തക്കോസ്ത് ദിവസമാണ്. ആ തനിമ ഒട്ടും വിട്ടുകളയാതെ, അതിനോടൊട്ടും കൂട്ടിച്ചേർക്കാതെ വേദപുസ്തകത്തിന്റെ ആ ശരിയായ പഠിപ്പിക്കൽ കൊണ്ട് നടക്കുന്ന ഞങ്ങളാണ് യഥാർത്ഥ ക്രൈസ്തവർ. അപ്പൊ എല്ലാവരും ഇങ്ങനെ അവകാശവാദം പറയുകയാണ്, യഥാർത്ഥ ക്രിസ്ത്യാനി ഞാനാണ്. എങ്ങനെ ഇതിന്റെ നടുവിൽ ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും? ഹൗ ക്യാൻ വി ഡിസ്റ്റിങ്വിഷ് or how can we recognize that who is the real Christian? അപ്പൊ യഥാർത്ഥ ക്രിസ്ത്യാനിയെ എങ്ങനെ തിരിച്ചറിയാൻ കഴിയും എന്നുള്ളതാണ് ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയം. ക്രിസ്ത്യാനി എന്ന പദം ബൈബിളിലെ പുതിയ നിയമത്തിൽ 3 ഇടത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. ആ 3 വേദവാക്യങ്ങളെ കുറിച്ചുള്ള പഠനം ഞാനൊരു ക്രിസ്ത്യാനിയാണോ എന്ന് സ്വയം ശോധന ചെയ്യാൻ നമ്മെ സഹായിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആദ്യത്തെ വേദഭാഗം അപ്പോസ്തല പ്രവൃത്തി 11:26 വചനമാണ്. ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 11 വേഴ്സ് 26. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ആദ്യം അന്ത്യോക്യയിൽ വെച്ച് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്ന് പേരുണ്ടായി. അപ്പൊ ക്രിസ്ത്യാനി ആരാണ് എന്ന ആ ഒരു പദം നിങ്ങൾ ശ്രദ്ധിക്കണം. ആരാണ്? ശിഷ്യന്മാരാണ് ക്രിസ്ത്യാനികൾ. പ്രൈസ് ദി ലോർഡ്. എ ക്രിസ്ത്യൻ ഷുഡ് ബി ദ ഡിസൈപ്പിൾ ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിന്റെ ശിഷ്യത്വം സ്വീകരിച്ചവനാണ് ആര്? ക്രിസ്ത്യാനി. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുവിന്റെ ശിഷ്യത്വം ലഭിക്കുക എന്നുള്ളത് പെട്ടെന്ന് നടക്കുന്ന ഒരു കാര്യമല്ല. ഹലോ. In order to get the discipleship of the Christ is not an easy thing. പെട്ടെന്ന് കിട്ടുന്ന ഒരു കാര്യമല്ല ക്രിസ്തുവിന്റെ ശിഷ്യത്വം എന്ന് പറയുന്നത്. ഇവിടെ ഒരാൾക്ക് ഡോക്ടറായി മാറണമെങ്കിൽ, എഞ്ചിനീയറായി മാറണമെങ്കിൽ, നേഴ്സായി തീരണമെങ്കിൽ അതിനൊക്കെ ഒത്തിരി പരിശീലനങ്ങൾ വേണ്ടേ? ഇവിടെ പ്രത്യേക ആചാര്യന്മാരുടെ ശിഷ്യത്വം സ്വീകരിച്ചവരുണ്ട്.
കലയോടുള്ള ബന്ധത്തിലോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേക ചികിത്സാ രീതിയോടുള്ള ബന്ധത്തിലോ ഒക്കെ ശിഷ്യത്വം നേടാറുണ്ട്. അതിന് അവർക്ക് ഒത്തിരി കടമ്പകൾ കിടക്കേണ്ടതുണ്ട്, ഒത്തിരി വിലവെടുക്കേണ്ടതുണ്ട്. ഇതുപോലെ ക്രിസ്തുവിന്റെ ശിഷ്യത്വം ഇറ്റ്സ് എ പ്രിവിലേജ്. ആ പദവി ലഭ്യമാകാൻ ഞാനും നിങ്ങളും കൊടുക്കേണ്ടുന്ന ചില വിലകളുണ്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ബൈബിളിലെ പുതിയ നിയമത്തിൽ ഒരുവന് ക്രിസ്തുവിന്റെ ശിഷ്യത്വം ലഭിക്കാൻ അവൻ കൊടുക്കേണ്ടുന്ന 4 വിധ വിലകളെ കുറിച്ച് ബൈബിൾ പറയുന്നു. ഒന്നുകൂടെ ഞാൻ പറയാം. ഒരുവന് ക്രിസ്തുവിന്റെ ശിഷ്യത്വം എന്ന ആ മഹത്തരമായ പദവി ലഭ്യമാകേണ്ടതിന് അവൻ കൊടുക്കേണ്ടുന്ന, ഏതൊരുവനും കൊടുക്കേണ്ടുന്ന 4 വിലകളുണ്ട്. പ്രൈസ് ദി ലോർഡ്. ലൂക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം 33-26 വാക്യങ്ങൾ. സ്തോത്രം. അപ്പൊ കർത്താവിന്റെ ശിഷ്യനായിരിക്കാൻ എന്ത് ചെയ്യണം? തനിക്കുള്ളതൊക്കെ വിട്ടുപിരിയണം. 33-ാം വാക്യം കൂടെ. സ്തോത്രം. അവിടെ നമ്മൾ വായിക്കുന്നത് അവൻ തനിക്കുള്ളതൊക്കെയും വിട്ടുപിരിയണം എന്ന് പറഞ്ഞാൽ ഒരുവൻ ക്രിസ്ത്യാനിയായാൽ തനിക്കുള്ളതെല്ലാം ഇട്ടെറിഞ്ഞിട്ട് പോരണമെന്നല്ല. കർത്താവിനേക്കാൾ അധികം ഒന്നിനെയും സ്നേഹിക്കരുത്. പ്രൈസ് ദി ലോർഡ്. മനസ്സിലായല്ലോ? പ്രൈസ് ദി ലോർഡ്. വീടോ നിലങ്ങളോ വസ്തുവോ എന്തുമാവട്ടെ, കർത്താവിന്റെ പേരിൽ ആമേൻ അതിനെല്ലാം ത്യജിക്കണമെന്നല്ല. അതിനെയൊക്കെ സ്നേഹിക്കുന്നതിനേക്കാൾ യേശുവിനെ സ്നേഹിക്കുന്നവനായിരിക്കണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഒരു ധനികനായ ചെറുപ്പക്കാരൻ യേശുവിന്റെ അടുക്കൽ വന്നു. നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. പ്രൈസ് ദി ലോർഡ്. യേശുവിനോട് ഒരു കൽപ്പനകളെ പാലിക്കുക. അവൻ പറഞ്ഞു, എല്ലാ കൽപ്പനയും ഞാൻ ചെറുപ്രായം തൊട്ട് പാലിക്കുന്നുണ്ട്. യേശു അവനെ നോക്കി, യേശു അവനെ സ്നേഹിച്ചു. എന്നിട്ട് അവൻ ഒരു കുറവുണ്ട് എന്ന് യേശു പറഞ്ഞു. നീ ചെന്ന് നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്ക, അങ്ങനെയെങ്കിൽ നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപമുണ്ടാകും. ആ ചെറുപ്പക്കാരൻ അത് കേട്ടിട്ട് ദുഃഖിച്ചുകൊണ്ട് കടന്നുപോയി. കാരണം അവൻ വലിയ ധനികനായിരുന്നു, അല്ലേ? പ്രൈസ് ദി ലോർഡ്. കർത്താവ് അവന്റെ ജീവിതത്തിൽ അർത്ഥമാക്കിയ ചിന്ത ഇതാണ്: കർത്താവിനേക്കാൾ അധികം നിന്റെ സമ്പത്തിനെ സ്നേഹിക്കരുത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പൊ ക്രിസ്തുവിന്റെ ശിഷ്യത്വം സ്വീകരിക്കാൻ എന്ത് ചെയ്യണം? അവൻ ജീവിതത്തിൽ മറ്റെന്തിനേക്കാളധികം യേശുവിനെ സ്നേഹിപ്പാൻ സന്മനസ്സുള്ളവനായിരിക്കണം. Praise the Lord. He must be ready to love Jesus than everything, whatever things he has. അവനുള്ള എല്ലാറ്റിനേക്കാളുപരി യേശുവിനെ സ്നേഹിപ്പാൻ അവൻ മനസ്സുള്ളവനായിരിക്കണം. 2ാമത്തെ വില യോഹന്നാന്റെ സുവിശേഷം 8-31 വാക്യമാണ്. തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട്, ഹലോ, തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു പറയാണ്, നിങ്ങൾ എന്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ വാസ്തവമായി എന്റെ ശിഷ്യന്മാരായി. അല്ലേ? ഹലോ, നമ്മുടെ അടിസ്ഥാനം കർത്താവിന്റെ വചനമായിരിക്കണം. കർത്താവിന്റെ വചനത്തിൽ നിലനിൽക്കാതെ തങ്ങൾക്ക് ബോധിച്ച പോലെ ജീവിച്ചിട്ട് ഞാൻ ക്രിസ്ത്യാനിയാണെന്ന് പറയാൻ പറ്റില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. Creed is the cream of every society. എല്ലാ സമൂഹത്തിന്റെയും നിലനിൽപ്പ് എന്ന് പറയുന്നത്, അതിന്റെ ആധാരശില എന്ന് പറയുന്നത് അതിന്റെ പ്രമാണമാണ്, അല്ലേ? ഒരു ക്രിസ്ത്യാനിയുടെ പ്രമാണം വിശുദ്ധ ഗ്രന്ഥമാണ്. തിരുവെഴുത്തുകൾക്ക് അടിസ്ഥാനപ്പെട്ട ഒരു ജീവിതം വേണം ഞാനും നിങ്ങളും നയിക്കുവാൻ. ചട്ടപ്രകാരം പോരാടുന്നില്ലെങ്കിൽ കിരീടം പ്രാപിക്കുകയില്ല.
രണ്ട് മനുഷ്യർ പണിത വീടിന്റെ കാര്യം കർത്താവ് പറഞ്ഞു. ഒരുവൻ പെട്ടെന്ന് തകൃതിയായി മണലിന്മേൽ തല്ലിക്കുട്ടി കെട്ടിയുണ്ടാക്കിയ വീട്. വേറൊരുവൻ അല്പം പാടുപെട്ടാണെങ്കിലും പാറയിൽ ആഴക്കുഴിച്ചു പണിത വീട്. ഈ രണ്ട് വീടുകൾക്കും 4 വിധ പ്രതികൂലമുണ്ടായി, സമാനമായ പ്രതികൂലം. 1, വൻമഴ ചൊരിഞ്ഞു. 2, നദികൾ പൊങ്ങി. 3, കാറ്റതിന്മേൽ അടിച്ചു. 4, വെള്ളത്തിന്റെ തിരത്തല്ലൽ അതിന്മേൽ അടിച്ചു. പ്രൈസ് ദി ലോർഡ്. 4 വശത്തു നിന്നും പ്രതികൂലമുണ്ടായി, അല്ലേ? മുകളിൽ നിന്നും താഴെ നിന്നും വശങ്ങളിൽ നിന്നും പ്രതികൂലമുണ്ടായി. ആമേൻ. പാറയിൽ അടിസ്ഥാനപ്പെട്ട വീട് വീണുപോയില്ല. എന്നാൽ മണലിന്മേൽ പണിത വീട് വീണുപോയി എന്ന് മാത്രമല്ല, ആ വീഴ്ച വലുതായിരുന്നു. ഇത് യേശു ഉപമയായി പറഞ്ഞിട്ട് ഒരു സാധനപാഠം പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. എന്റെ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും ബുദ്ധിയുള്ള മനുഷ്യനോട് സദൃശനാകുന്നു. പ്രതികൂലങ്ങളൊക്കെ വരാം, പക്ഷെ പിടിച്ചു നിൽക്കണമെങ്കിൽ ദൈവത്തിന്റെ വചനപ്രകാരം നമ്മുടെ ജീവിതം നയിക്കണം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുവിന്റെ ശിഷ്യത്വം ലഭിക്കാൻ വേണ്ടി നാം കൊടുക്കേണ്ടുന്ന 3ാമത്തെ വില യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 34-35 വാക്യങ്ങളാണ്. അടുത്തത് നിങ്ങൾക്ക് തമ്മിൽ സ്നേഹമുണ്ട് എങ്കിൽ, ഹലോ, നീ യേശുവിന്റെ ശിഷ്യനാണോ അല്ലയോ എന്ന് എങ്ങനെ അറിയും? കൂട്ടുവിശ്വാസികൾ തമ്മിൽ ഒരു സ്നേഹമുണ്ടായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. കർത്താവിനെ മറ്റെല്ലാവരെക്കാളും സ്നേഹിക്കുന്നത് അത് പ്രഥമ പരിഗണനയുള്ള കാര്യം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ തന്നെ സഹവിശ്വാസികളോടും എന്തുണ്ട്? ഒരു സ്നേഹമുണ്ടായിരിക്കണം. സമാഗമന കൂടാരത്തിലെ പലകകൾ 5 പലകകളെ ചേർത്ത് അത് നിർത്തുമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ 40 പലകകളെയും ഒന്നിച്ചു ചേർക്കുന്ന ഒരന്താഴം, ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെയും നീണ്ടുപോകുന്ന ഒരന്താഴം. സ്നേഹത്താൽ വിശ്വാസികൾ തമ്മിൽ പരസ്പരം ബന്ധിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ചിന്ത. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ തമ്മിൽ സ്നേഹിക്കുന്നു എങ്കിൽ നിങ്ങൾ എന്റെ ശിഷ്യന്മാരെന്ന് ലോകം അറിയും. ഹലോ, മനസ്സിലായോ? അപ്പൊ ക്രിസ്തുവിന്റെ ശിഷ്യത്വം ലഭിക്കാൻ നാം കൊടുക്കേണ്ടുന്ന 3ാമത്തെ വില അതാണ്. 4ാമത്തെ വില യോഹന്നാന്റെ സുവിശേഷം 15-8 വചനം. യോഹന്നാൻ 15-8. ഹലോ, നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ നിങ്ങൾ എന്റെ ശിഷ്യന്മാരാകും, അല്ലേ? പിതാവ് മഹത്വപ്പെടും, അങ്ങനെ നിങ്ങൾ എന്റെ ശിഷ്യന്മാർ ആകും. വരങ്ങൾ നാം ദൈവത്തിൽ നിന്ന് ഇങ്ങോട്ട് വാങ്ങുകയാണ്. കൃപാവരങ്ങൾ നാം ദൈവത്തിൽ നിന്ന് ഇങ്ങോട്ട് വാങ്ങുകയാണ്. പക്ഷേ ആത്മാവിന്റെ ഫലങ്ങൾ ദൈവം നമ്മളിൽ നിന്ന് അങ്ങോട്ട് പ്രതീക്ഷിക്കുക. മനസ്സിലായല്ലോ? വരങ്ങളും ഫലങ്ങളും തമ്മിലുള്ള വ്യത്യാസം. കൃപാവരങ്ങൾക്ക് വേണ്ടി നാം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു, യാചിക്കുന്നു. പക്ഷെ ദൈവം നമ്മളിൽ നിന്ന് അങ്ങോട്ടൊന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. കൃഷിക്കാരായിട്ടുള്ള സഹോദരങ്ങളുണ്ട്, കൃഷിയെക്കുറിച്ച് അറിവുള്ള സഹോദരങ്ങളുണ്ട്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. കൃഷി നമ്മള് അങ്ങോട്ട് അതിന് വളവും വെള്ളവും കൊടുക്കുന്നു, അല്ലേ? ഹലോ, വാഴയ്ക്ക് നമ്മൾ വളമിട്ട് കൊടുക്കുന്നു, വെള്ളമൊഴിച്ചു കൊടുക്കുന്നു. അങ്ങോട്ട് വളവും വെള്ളവും കൊടുക്കുമ്പോ ആ വാഴയിൽ നിന്ന് ഒരു കുല നാം ഇങ്ങോട്ട് പ്രതീക്ഷിക്കുന്നില്ലേ? ഹലോ, ഇല്ലേ? ഏതൊരു കൃഷിക്കും കർഷകൻ അങ്ങോട്ട് കൊടുക്കുമ്പോ ആ കർഷകന് ഇങ്ങോട്ടും ഒരു പ്രതീക്ഷയുണ്ട്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമ്മൾ പ്രതീക്ഷിക്കുന്നു എന്താ? നിങ്ങൾ വളരെ ഫലം കായ്ക്കണം, ഫലം കായ്ക്കുക. പ്രൈസ് ദി ലോർഡ്. ഗലാത്യ ലേഖനത്തിൽ ആത്മാവിന്റെ ഫലത്തെ കുറിച്ച് വായിക്കുന്നു. ആത്മാവിന്റെ ഫലമോ, അല്ലേ? സ്തോത്രം. ആമേൻ.
ജഡത്തിന്റെ പ്രവർത്തികളോ ബഹുവചനമാണ്. ആത്മാവിന്റെ കാര്യം പറയുമ്പോ ഫലമോ ഏകവചനമാണ്. സ്തോത്രം. അവിടെ പറയുന്ന ആത്മാവ് എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവല്ല. ഹലോ, ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യത്തിൽ വായിക്കുന്ന ആത്മാവിന്റെ ഫലം എന്ന് പറയുന്നത് ആ ആത്മാവ് പരിശുദ്ധാത്മാവല്ല, നമ്മുടെ ആത്മാവാണ്, നമ്മുടെ ആത്മീയതയാണ്. മനസ്സിലായല്ലോ? പ്രൈസ്. ഓരോ മനുഷ്യാത്മാവിൽ നിന്നും, രക്ഷിക്കപ്പെട്ട ഓരോ മനുഷ്യാത്മാവിൽ നിന്നും സ്നേഹവും സന്തോഷവും സൗമ്യതയും ഒക്കെയുള്ള ആത്മഫലങ്ങൾ നാം അങ്ങോട്ട് പുറപ്പെടുവിക്കണം. ദൈവത്തിന് അപ്പം ക്രിസ്തുവിന്റെ ആ ശിഷ്യത്വം എന്ന പദവി ലഭ്യമാകണമെങ്കിൽ പ്രൈസ് ദി ലോർഡ് നാം കൊടുക്കേണ്ടുന്ന വിലകളെ കുറിച്ചാണ് ഞാൻ വിവരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഒന്നുകൂടെ ഞാൻ ആ പദം ആവർത്തിക്കുകയാണ്. സ്തോത്രം. ക്രിസ്തുവിന്റെ ശിഷ്യത്വം ലഭിക്കുക എന്നുള്ളത് പെട്ടെന്ന് കിട്ടുന്ന ഒരു കാര്യമല്ല. ഹലോ, കടയിൽ പോയി പലചരക്ക് സാധനം വാങ്ങിച്ചു വരുന്ന പോലെ അങ്ങോട്ട് പോയി യേശുവിന്റെ ശിഷ്യത്വം വാങ്ങിച്ചുകൊണ്ട് വരാൻ പറ്റൂല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇനി ശിഷ്യൻ ചില ഡ്യൂട്ടികൾ ചെയ്യണം. ഹലോ, സ്തോത്രം. If you want to be a Christian, the disciple should perform certain kinds of duties. Praise the Lord. അവൻ എന്ത് ചെയ്യണം? ചില ഉത്തരവാദിത്തങ്ങൾ കൂടെ പൂർത്തീകരിക്കണം. ശിഷ്യൻ ചില ഉത്തരവാദിത്തങ്ങൾ പൂർത്തീകരിക്കണം. ഒരു ക്രിസ്തു ശിഷ്യൻ ചെയ്യേണ്ടുന്ന 3 ഉത്തരവാദിത്തങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിക്കാം. പ്രൈസ് ദി ലോർഡ്. ഒന്ന്, അവൻ ഗുരുവിനെ അനുകരിക്കുന്നവനായിരിക്കണം. ഹലോ, ഹി മസ്റ്റ് ഇമിറ്റേറ്റ് ഹിസ് മാസ്റ്റർ. കുട്ടികൾ 4 വയസ്സ് വരെയാണ് എല്ലാം പഠിക്കുന്നത്. 4 വയസ്സ് വരെയാണ്. ഒരു കുട്ടിയുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് 4 വയസ്സോടുകൂടെ അവസാനിക്കും. പിന്നീട് അതിന് മുകളിലേക്ക് ഇങ്ങനെ കെട്ടുപണി ചെയ്യുകയാണ്. സ്വതന്ത്രം. ഈ 4 വയസ്സ് വരെ ആ കുട്ടി എങ്ങനെ പഠിക്കുന്നതെന്ന് അറിയാമോ? അവനെല്ലാം അനുകരിക്കും. സ്വതന്ത്രം. അവനെല്ലാം അനുകരിക്കും. അവന്റെ അപ്പൻ ചെയ്യുന്നത്, അവന്റെ അമ്മ ചെയ്യുന്നത്, അവന്റെ സഹോദരങ്ങൾ ചെയ്യുന്നത് എല്ലാം എന്ത് ചെയ്യും? പറഞ്ഞേ, അനുകരിക്കുകയാണ്. ഒബ്സർവേഷണൽ സ്റ്റഡി അല്ലെ, മനസ്സിലാക്കി പഠിക്കുകയാണ്, അനുകരിക്കുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 40-ാമത് വചനം. ലൂക്കോസ് 6:40. അഭ്യാസം തികഞ്ഞവനെല്ലാം എന്ത് ചെയ്യും? ഗുരുവിനെ പോലെയാകും. ഗുരുവിനെ പോലെ ആകുന്നത് ശിഷ്യന് മതി. സ്തോത്രം. ലോകത്തിൽ അനുകരിക്കാൻ കൊള്ളാവുന്ന ഒരു വ്യക്തി യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ. ഹലോ, നമ്മുടെ റോൾ മോഡൽ, നമ്മുടെ മോട്ടിവേറ്റർ എല്ലാം കർത്താവായ യേശുക്രിസ്തുവാണ്. സ്തോത്രം. ഹല്ലേലൂയ. മനുഷ്യനെ നോക്കിയാൽ, എന്നെ നോക്കിയാൽ ഒരുപാട് ന്യൂനതകളുണ്ട്. പക്ഷെ ഒരു ന്യൂനതയും ആർക്കും പറയാൻ പറ്റാത്ത ശ്രേഷ്ഠനായ പരിപൂർണനായ ഒരേ ഒരു വ്യക്തിയുള്ളൂ, അത് യേശുക്രിസ്തു മാത്രമാണ്. സ്തോത്രം. നിങ്ങളിൽ ആർക്കെന്റെ കുറ്റത്തെക്കുറിച്ച് എന്നെ ബോധവാനാക്കാൻ കഴിയും? ആർക്കും കഴിഞ്ഞില്ല. ആർക്കും ഒരപരാധവും പറയാൻ കഴിയാതെ പോയ അതുല്യനാണ് നമ്മുടെ കർത്താവ്. അനുകരിക്കാൻ കൊള്ളാവുന്ന ഒരു നല്ല വ്യക്തി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഈ 13 വയസ്സ് തൊട്ടുള്ള പ്രായമാണ് കൗമാരപ്രായം എന്ന് പറയുന്നത് അല്ലെ. 24-25 വയസ്സ് വരെയാണ്. ആ പ്രായത്തിൽ അവരെന്ത് ചെയ്യും? എല്ലാവരും അനുകരിക്കും. അവരുടെ ഹീറോ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്നത് സിനിമാ നടനാണ് അല്ലേ, സിനിമാ നടനാണ് അല്ലേ. പ്രൈസ് ദി ലോർഡ്. ട്രെൻഡ് ഉണ്ടാകുന്നതല്ല, ഉണ്ടാക്കുന്നതാണെന്ന് അല്ലേ. അപ്പൊ ഓരോരുത്തർ മോഡൽ വന്നിട്ട് ഓരോരോ കാര്യങ്ങൾ കാണിക്കുന്നു. ഇതുപോലെ ഇവനും കാണിക്കുകയാണ്, അനുകരിക്കുകയാണ്. ഹലോ, പക്ഷേ ലോകത്തിലെ ഒരു നേതാവിനെയും അനുകരിക്കാൻ കൊള്ളില്ല. അനുകരിക്കാൻ കൊള്ളാവുന്ന ഒരാൾ യേശു ക്രിസ്തു മാത്രമാണ്. പ്രൈസ് ദി ലോർഡ്,
Praise the Lord. Hallelujah. We have to imitate our master. രണ്ട്, ആമേൻ, അവനെ അനുഗമിക്കണം എന്നുള്ളതാണ്. മർക്കോസിന്റെ സുവിശേഷം 1:17-18 വാക്യങ്ങളിൽ യേശു തന്റെ ശിഷ്യന്മാരെ വിളിക്കുകയാണ്. എന്റെ പിന്നാലെ വരുവിൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാകും. എന്നെ അനുഗമിപ്പീൻ, എന്നെ അനുഗമിപ്പീൻ. ഫോളോ മീ. പ്രൈസ് ദി ലോർഡ്. അവനെ അനുഗമിപ്പാൻ അവൻ നമുക്ക് മുമ്പിൽ നല്ലൊരു മാതൃക വച്ചു പോയിരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ പാടിയിട്ടല്ലേ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. കർത്താവിന്റെ കാൽപാദങ്ങളെ അനുഗമിച്ച് മുന്നോട്ട് പോയാൽ നാം എങ്ങുമെങ്ങും എത്താതെ വലഞ്ഞു പോകാൻ, തുലഞ്ഞു പോകാൻ ദൈവം അനുവദിക്കില്ല. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. നാം എത്തേണ്ടുന്ന യഥാർത്ഥ സ്ഥാനത്ത് നാം എത്തിച്ചേരും. കർത്താവിന് മഹത്വം. അവൻ നമ്മെ വഴി നടത്തുന്ന ദൈവമാണ്. 3, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഗുരുവിനെ സ്തോത്രം അനുസരിക്കണം എന്നുള്ളതാണ്. 1 ശമൂവേൽ 15:22 വാക്യം, അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത്. അപ്പൊ ഗുരുവിനെ ശിഷ്യൻ എന്ത് ചെയ്യണം? 1, അനുകരിക്കണം. സ്തോത്രം. പ്രൈസ്. അനുകരിക്കുക. 2, അനുഗമിക്കണം. ഫോളോ ഹിം. 3, എന്ത് ചെയ്യണം? വി ഹാവ് ടു ഒബേ ഹിം. സ്തോത്രം. നമ്മൾ കർത്താവിനെ അനുസരിക്കുന്നവർ ആയിരിക്കണം. ദൈവത്തിന് സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ പിറവിക്കുരുടനായിരുന്ന ഒരു മനുഷ്യനെ നമ്മൾ വായിക്കുന്നു. യേശുവിന് സൗഖ്യം നൽകി. സ്തോത്രം. ഇവൻ സൗഖ്യമായവനാണോ അതോ ഇവന്റെ കൂട്ടിരിക്കുന്ന വേറെ വല്ലവരും ആണോ എന്ന് തിരിച്ചറിയാൻ അവന്റെ മാതാപിതാക്കളെ വിളിച്ചോണ്ട് വന്നിട്ട് ചോദിച്ചു, ഇത് നിങ്ങളുടെ കൊച്ചു തന്നെയാണോ അതോ ഇനി അവന്റെ കൂട്ടിരിക്കുന്ന വേറെ വല്ലവരും ആണോ? അവര് പറഞ്ഞു, അവന് പ്രായമുണ്ട്, അവനോട് ചോദിപ്പീൻ. ഹലോ, എന്തിനാ അവരങ്ങനെ തടിതെപ്പിയെന്നറിയാമോ? യേശു സൗഖ്യമാക്കിയതാണെന്ന് പറഞ്ഞാൽ യേശുവിനെ ക്രിസ്തു എന്ന് ഏറ്റുപറയുന്നവനെ പള്ളിഭ്രഷ്ടരാക്കണമെന്ന് അവർ തമ്മിൽ പറഞ്ഞൊത്തിരുന്നു. അതുകൊണ്ടത്രേ അവന്റെ അമ്മയപ്പന്മാർ അങ്ങനെ പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ അവനെ മാതാപിതാക്കൾ കൈയൊഴിഞ്ഞു. എന്നിട്ട് ആളുകൾ പറഞ്ഞാ, നിന്നെ സൗഖ്യമാക്കിയവൻ പാപിയാണ്, പാപിയായതുകൊണ്ടാണ് ശാബത ദിവസം സൗഖ്യമാക്കിയത്. സ്വഭാവം പറഞ്ഞു, അവൻ പാപിയാണോ അല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല, ഞാൻ കുരുടനായിരുന്നു, ഇപ്പോൾ ഞാൻ കാഴ്ചയുള്ളവനായിരിക്കും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എന്നെ സൗഖ്യമാക്കിയവന്റെ യോഗ്യതയൊന്നും എനിക്കറിയത്തില്ലെങ്കിലും ഒരു കാര്യം എനിക്കറിയാം, once I was blind but now I am seeing. ഒരിക്കൽ ഞാൻ കുരുടനായിരുന്നു, എന്നാൽ ഇപ്പോൾ ഞാൻ കാഴ്ചയുള്ളവനായിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവന്റെ അനുഭവ സാക്ഷ്യം വിവരിക്കുക. അവർ അവനെ പരിഹസിക്കാൻ തുടങ്ങുക. അവൻ പറഞ്ഞു, മുമ്പേ തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞുവല്ലോ. അടുത്ത വാക്ക്, നിങ്ങൾക്കും അവന്റെ ശിഷ്യനാകുവാൻ മനസ്സുണ്ടോ? ഓ, യേശുവിന്റെ നാമത്തിൽ നിങ്ങൾക്കും അവന്റെ ശിഷ്യനാകുവാൻ മനസ്സുണ്ടോ? ഇന്ന് പകലിൽ പ്രിയ സഹോദര, പ്രിയ സഹോദരി, ഈ വചനം കേൾക്കുമ്പോൾ അന്ന് കുരുടനായിരുന്നവന് കാഴ്ച കിട്ടിയവൻ അവൻ പറഞ്ഞ സാക്ഷ്യം ഞാൻ നിങ്ങളോട് ആവർത്തിക്കുകയാണ്, നിങ്ങൾക്കും അവന്റെ ശിഷ്യനാകാൻ മനസ്സുണ്ടോ? യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ എത്ര പേര് പറയും, അവൻ ലോകത്തിൽ അനുഗമിക്കാൻ കൊള്ളാവുന്ന, അനുകരിക്കാൻ കൊള്ളാവുന്ന, അനുസരിക്കാൻ കൊള്ളാവുന്ന ഒരു യജമാനനെ ഉള്ളൂ, എനിക്കും അവന്റെ ശിഷ്യനായി മാറണം. ഹല്ലേലൂയ. ആരാണ് ക്രിസ്ത്യാനി? 1, എ ഡിസൈപ്പിൾ ഈസ് ദ ക്രിസ്ത്യൻ. രണ്ടാമത്തെ കാര്യം, ക്രിസ്ത്യാനി എന്ന പദം ബൈബിളിൽ 3 ഉള്ളത് എന്ന് ഞാൻ പറഞ്ഞു. രണ്ടാമതായ ഭാഗം ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോസ്തലപ്രവൃത്തി 26-28-29 വാക്യങ്ങളിലാണ്. പൗലോസിനെ വിസ്തരിക്കാൻ വേണ്ടി അഗ്രിപ്പ രാജാവിന്റെ മുമ്പാകെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയാണ്. ഈ സഹോദരൻ പൗലോസ്, ആമേൻ,
ഏതൊരവസരം കിട്ടിയാലും എവിടെ ഒരു അവസരം കിട്ടിയാലും അവൻ എന്ത് ചെയ്യും? സുവിശേഷം പറയും. അത് ജയിലിൽ പോയി കിടന്നാലും ശരിയാവും, സുവിശേഷം പറയും. ഫിലിപ്പിയ ലേഖനം 1:12 എനിക്ക് ഈ ഭവിച്ചത് സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി മാറി. ഹലോ, പ്രൈസ് ദി ലോർഡ്. While he was even in the prison, he used the occasion to propagate the gospel. Hallelujah. എവിടെയായിരുന്നാലും സുവിശേഷത്തിന്റെ പ്രചരണത്തിന് അവനതൊരു വേദിയായി ഉപയോഗിക്കുമായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. A Christian must be to preach the Christ wherever and whenever he gets a chance. അവസരം കിട്ടുന്ന ഏതൊരിടത്തും യേശുവിനെ സാക്ഷിപ്പാൻ അവൻ സന്നദ്ധനായിരിക്കും. നമുക്ക് വേദഭാഗം വായിക്കാം. അമ്മേ, പൗലോസിനെ വിസ്തരിക്കാൻ നിർത്തുകയിരിക്കുകയാണ്. അമ്മേ, പൗലോസ് തന്റെ ജീവിതത്തിന്റെ അനുഭവങ്ങൾ വിവരിക്കുക. അമ്മേ, രാജാവേ, ഞാൻ ക്രിസ്ത്യാനിയായി പിറന്നവനൊന്നുമല്ല, ഞാൻ ക്രിസ്തു മതത്തെ ഉപദ്രവിച്ചുകൊണ്ട് നടന്നവനാ. പക്ഷെ ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് സൂര്യന്റെ വെട്ടത്തെ കവിയുന്ന ഒരു പ്രകാശം എന്നെ ചുറ്റിമിന്നി. ലോകത്തിന്റെ വെളിച്ചമായ ക്രിസ്തു എന്നെ സന്ദർശിച്ചു, സ്വാധീനിച്ചു. അങ്ങനെയാണ് ഞാൻ ക്രിസ്ത്യാനിയായി മാറിയത്. അഗ്രിപ്പാവനോട്, സ്തോത്രം, നീ എന്താ എന്നെ ക്രിസ്ത്യാനിയാക്കാൻ ശ്രമിക്കുകയാണ്? വാക്യം 28 അല്ലേ? സ്തോത്രം. അഗ്രിപ്പ പൗലോസിനോട്, ഞാൻ ക്രിസ്ത്യാനിയായി തീരുവാൻ നീ എന്നെ അല്പം കൊണ്ട് സമ്മതിപ്പിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് പൗലോസ്, നീ മാത്രമല്ല, എന്റെ പ്രസംഗം കേൾക്കുന്നവരെല്ലാവരും അല്പം കൊണ്ടാകട്ടെ അധികം കൊണ്ടാകട്ടെ ഈ ചങ്ങല ഒഴികെ എന്നെ പോലെ ആകണമെന്ന് ഞാൻ ദൈവത്തോട് അപേക്ഷിക്കുകയാണ്. നിങ്ങളാരും ഈ ചങ്ങല വഹിക്കണ്ട, ഞാൻ വഹിച്ചുകൊള്ളാം. കാരണം ഞാൻ ചങ്ങല ധരിച്ച് സ്ഥാനാപതിയായി അവനെ സേവിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എനിക്കതിൽ തെല്ലും ലജ്ജയില്ല. സ്തോത്രം. സുവിശേഷത്തിന് വേണ്ടി ചങ്ങല ധരിക്കേണ്ടി വന്നതിൽ അവന് ഒട്ടും കൂസലില്ല, ലജ്ജയില്ല. അവൻ പറയുന്നു, നിങ്ങൾ ആരും ഈ ചങ്ങല വഹിക്കണ്ട, അത് ഞാൻ വഹിച്ചോളാം, എനിക്ക് സന്തോഷമാണ്. പക്ഷെ അല്പം കൊണ്ടാകട്ടെ അധികം കൊണ്ടാകട്ടെ നിങ്ങളെല്ലാവരും എന്നെ പോലെ ആയിത്തീരണം. നിങ്ങളെല്ലാവരും ക്രിസ്ത്യാനി ആയിത്തീരണം. അഗ്രിപ്പ രാജാവ് പറഞ്ഞത് കൊത്തി കൊത്തി മുറത്തിക്കേറി കൊത്തുക എന്നൊന്നും പറയത്തില്ലേ? എടാ, നീ എല്ലാവരോടും പറഞ്ഞു ഇപ്പൊ എന്നെ കൂടെ ക്രിസ്ത്യാനിയാക്കാൻ നോക്കിയാണ്. രാജാവേ, രാജാവൊന്നും ആകണ്ട കേട്ടോ, എന്നൊന്നും അല്ല. പൗലോസിന്റെ വിസ്താര സന്ദർഭം നിങ്ങൾ ഓർക്കണം. പൗലോസിനെ കുറ്റപ്പെടുത്താൻ വേണ്ടി, അവനെ ഏതെങ്കിലും രീതിയിൽ കുറ്റം ചുമത്താൻ വേണ്ടി യഹൂദന്മാർ യെരുശലേമിൽ നിന്ന് അവിടെ വന്നിട്ടുണ്ട്. തെർത്തല്യോസ് എന്ന് പറയുന്ന ഒരു വ്യവഹാരജ്ഞനെ കൊണ്ടുവന്നിട്ടുണ്ട്, ഒരു വക്കീലിനെ കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം പൗലോസ് ഭയങ്കര വാചാലക്കാരനാണ്, വാചോടിക്കാൻ കഴിവുണ്ട്. അപ്പൊ ഇവനോട് പറഞ്ഞു നിൽക്കാൻ ഒരുപക്ഷെ ഞങ്ങൾക്ക് പറ്റാതെ വന്നാലോ എന്ന് കരുതി അവർ തെർത്തല്യോസ് എന്ന് പറയുന്ന ഒരു വക്കീലിനെ കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. പൗലോസിന്റെ പ്രസംഗം കേൾക്കാൻ വന്നവരുണ്ട്, ഇതൊക്കെ കുറിച്ചെടുക്കാൻ നിൽക്കുന്ന ജോലിക്കാരുണ്ട്, കോടതിയിലെ പലവിധമായ ഉദ്യോഗസ്ഥന്മാരുണ്ട്. ഹലോ, എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുക. മുമ്പിൽ കസേരയിട്ട് അഗ്രിപ്പ രാജാവ് നിൽപ്പുണ്ട്. പൗലോസിന്റെ മറുപടി, എന്നെ വിസ്തരിക്കാൻ വന്ന തെർത്തല്യോസെ, നീ എന്നെ കുറ്റം ചുമത്താൻ യെരുശലേമിൽ മെനക്കെട്ടി ഇവിടെ വന്ന യഹൂദന്മാരെ നിങ്ങൾ, മന്ത്രിമാരെ നിങ്ങൾ, സദസ്യരെ നിങ്ങൾ, നിങ്ങളെല്ലാവരും ഹല്ലേലൂയ എന്നെ പോലെ ക്രിസ്ത്യാനിയായി തീരണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. A Christian must be ready to witness his master. യജമാനനായ കർത്താവിനെ എവിടെയും സാക്ഷീകരിപ്പാൻ സന്നദ്ധതയുള്ളവനായിരിക്കണം. ഞാൻ ക്രിസ്ത്യാനിയാണോ എന്ന് നിങ്ങളെ തന്നെ ശോധന ചെയ്യുക. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പൗലോസിന്റെ ഒരു സ്വയം പ്രഖ്യാപനമുണ്ട്. റോമാലേഖനം 1:16-17 വാക്യമാണ്. സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. ഐ എം നോട്ട് ashamed of the gospel. എനിക്ക് സുവിശേഷത്തെ കുറിച്ച് എന്തില്ല? ലജ്ജയില്ല. എന്തുകൊണ്ടാണ് ലജ്ജിക്കാതിരിക്കുന്നതെന്നറിയാമോ? വിശ്വസിക്കുന്ന ഏവനും
അത് യഹൂദനായിക്കോട്ടെ യവനനായിക്കോട്ടെ, രക്ഷയ്ക്കായി അത് ദൈവത്തിന്റെ ശക്തിയാണ്. സുവിശേഷം ദൈവത്തിന്റെ ശക്തിയാണ്. ഏത് പാപിയെയും രക്ഷിക്കുന്ന ശക്തി, ഏത് ശാപവും മാറ്റുന്ന ശക്തി, ഏത് ദോഷവും നീക്കുന്ന ശക്തി സുവിശേഷത്തിനകത്ത് വ്യാപരിക്കുന്നുണ്ട്. ആമേ. സുവിശേഷം കൊണ്ട് ജീവനും അക്ഷയതയും വെളിപ്പെടുത്തുന്നതാണ് ഇതിന്റെ ശക്തി. ദൈവത്തിന് സ്തോത്രം. ദൈവവചനത്തിനോ ബന്ധനമില്ല. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ആരാണ് ക്രിസ്ത്യാനി എന്നാണ് നാം പറയുന്നത്? നമ്മള് കവലയിൽ മീറ്റിംഗ് നടത്താറുണ്ട് അല്ലെ. ഇപ്പം ഒരുപാട് സഹോദരങ്ങൾ പരസ്യയോഗങ്ങളിൽ വ്യാപൃതരാണ്. ദൈവത്തിന് സ്തോത്രം. പണ്ടത്തെ കൺവെൻഷനും ക്രൂസൈഡും ഒക്കെ ഏതാണ്ട് കാലഹരണപ്പെട്ട മട്ട. അങ്ങനെ നടത്തണമെങ്കിൽ എത്ര ലക്ഷം രൂപയുടെ ചെലവാ. ഒരു ചെറിയ കൺവെൻഷൻ വെക്കണമെങ്കിലും ഇപ്പൊ കുറഞ്ഞ ഒരു 1 ലക്ഷം രൂപ ഇല്ലാതെ നടത്താൻ പറ്റത്തില്ല. കാരണം ഇന്നത്തെ ജീവിത ചെലവുകളാണ്. പക്ഷെ കവലയിൽ പോയി നിന്ന് സുവിശേഷം പറയുന്നതിന് പ്രത്യേകിച്ച് ചെലവൊന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. വരുവീൻ, സംബന്ധിപ്പീൻ, കേൾപ്പീൻ, അനുഗ്രഹം പ്രാപിപ്പീൻ, വരാനാ പറയുന്നത്. ആരും വരത്തൊന്നുമില്ല. പക്ഷേ പരസ്യത്തിൽ അങ്ങോട്ട് ചെന്ന് പറയുക, ഹലോ, എവിടെല്ലാം ആളുണ്ടോ അവിടെല്ലാം ചെന്ന് പ്രസംഗിക്കുകയാണ്. ഞാൻ പറഞ്ഞത് ആമേൻ. അപ്പൊ ആളുകൾ പറയും, നിങ്ങൾക്ക് തന്നെ വേറെ ആരും ഇത് ചെയ്യുന്നില്ലല്ലോ, വേറൊരു സഭക്കാരും ഇത് ചെയ്യുന്നില്ലല്ലോ. ഹലോ അല്ലെ. ആശുപത്രിയിൽ ചെന്നാൽ അവിടെ നമ്മുടെ പ്രവർത്തകരുണ്ട്, ജയിലിൽ ചെന്നാൽ അവിടെ ഉണ്ട്, കുട്ടികളുടെ ഇടയ്ക്കുണ്ട്, യൗവനക്കാരുടെ ഇടയ്ക്കുണ്ട്. എവിടെയും 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 സുവിശേഷം അറിയിപ്പാൻ രക്ഷിക്കപ്പെട്ട ഒരു ദൈവവൈതൽ സന്നദ്ധനായിരിക്കും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ക്രിസ്ത്യാനിയാണോ എങ്ങനെ അറിയാം? നീ സുവിശേഷം പറയുമോ? മൂന്നാമത്തെ ടെസ്റ്റ് ഡോസ് തിരിച്ചറിയാനുള്ള മൂന്നാമത്തെ മാനദണ്ഡം, സ്തോത്രം, 1 പത്രോസിന്റെ ലേഖനം 4:16. 1 പത്രോസ് 4:16. ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലോ ലജ്ജിക്കരുത്. ഈ നാമം ധരിച്ചിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിയത്രേ വേണ്ടത്. ക്രിസ്ത്യാനി, ഹലോ, ഹി മസ്റ്റ് ബി റെഡി ടു സഫർ ഫോർ ഹിസ് മാസ്റ്റർ. പെർസിക്യൂഷൻസ്, സ്തോത്രം, സഫറിംഗുകൾ പൗലോസ് അനുഭവിച്ച ഏതാണ്ട് 30ഓളം കഷ്ടതകളുടെ പരമ്പരകൾ 2 ലേഖനങ്ങളിലായി പറയുന്നുണ്ട്. കരയിലെ ആപത്ത്, കടലിലെ ആപത്ത്, കള്ള സഹോദരന്മാരുടെ ആപത്ത്, 39 അടി വീതം 5 വട്ടം കൊണ്ടത്, ഒരു രാത്രി മുഴുവൻ കടലിൽ കഴിച്ചത്, എഫെസോസിൽ വെച്ച് മൃഗയുദ്ധം ചെയ്തത്. സ്തോത്രം. ഒരുപാട് കഷ്ടതകൾ താൻ സഹിച്ച ഒരുപാട് വേദനകൾ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. പക്ഷേ ഈ വേദനകളുടെ നടുവിലും യേശുവിനെ തള്ളിപ്പറഞ്ഞില്ല. ഹല്ലേലൂയ. സ്തോത്രം. പത്രോസ് പറഞ്ഞതാണ് ഈ വാക്യം. ക്രിസ്ത്യാനിയായി കഷ്ടം സഹിക്കേണ്ടി വന്നാലോ ലജ്ജിക്കരുത്. പത്രോസിന്റെ ലേഖനത്തിന് ഒരു ചരിത്ര പശ്ചാത്തലമുണ്ട്. ബൈബിളിലെ മിക്ക പുസ്തകങ്ങൾക്കും ഒരു പശ്ചാത്തലം ഉണ്ട്. മനസ്സിലായല്ലോ? മിക്ക പുസ്തകങ്ങൾക്കും എന്തുകൊണ്ട്? there is a historical background. സ്തോത്രം. ആ ചരിത്ര പശ്ചാത്തലത്തിൽ വേദപുസ്തകം വായിക്കുമ്പോഴാണ് നമുക്കത് കൂടുതൽ മനസ്സിലാവുന്നത്. 1, 2, 3 നൂറ്റാണ്ടുകളിൽ, AD 1, 2, 3 നൂറ്റാണ്ടുകളിൽ ക്രൈസ്തവ ജനം അതിസങ്കീർണമായ പ്രതികൂലങ്ങളിലൂടെ കടന്നുപോയി. ഭയങ്കര കഷ്ടതയിലൂടെ കടന്നുപോയി. ക്രിസ്ത്യാനികളെ സിംഹത്തിന് അങ്ങനത്തെ ഒരു മുദ്രാവാക്യമായിരുന്നു കൊരിന്തിലും പരസ്പരങ്ങളിലും അക്കാലത്ത് മുഴങ്ങിപ്പോന്നിരുന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഒരു ക്രിസ്ത്യാനിയായാൽ അവന്റെ സ്ഥാവര ജംഗമ വസ്തുക്കൾ സർക്കാരിലേക്ക് കണ്ടുകെട്ടിക്കൊണ്ടു പോകും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അവന്റെ മുമ്പിൽ വെച്ച് അവന്റെ മക്കളെ കൊല്ലും. പ്രൈസ് ദി ലോർഡ്. ഭാര്യയുടെ മുമ്പിൽ വെച്ച് ഭർത്താവിനെ കൊല്ലുന്നു, ഭർത്താവിന്റെ മുമ്പിൽ വെച്ച് ഭാര്യയെ കൊല്ലുന്നു. 2 വളയുന്ന 2 മരങ്ങൾ പിടിച്ച് താഴേക്ക് കൊണ്ടുവന്നിട്ട് ക്രിസ്ത്യാനിയുടെ കാലിൽ 2ഇടത്തും കെട്ടി ഈ മരത്തിൽ കെട്ടും. എന്നിട്ട് പിടിവിടുമ്പോൾ ആ മരം മുകളിലേക്ക് പോകും. ജീവനോടെ ആ മനുഷ്യൻ 2ആയി മുറിഞ്ഞു മാറുകയാണ്. ജീവനോടെ. നീറോ ചക്രവർത്തിയുടെ ഉദ്യാനത്തിൽ
തൂണേൽ കെട്ടി നിർത്തിയിട്ട് അവിടെ സ്ട്രീറ്റ് ലൈറ്റിന് പകരമായി ഈ കെട്ടി നിർത്തിയ വിശ്വാസികളെ ജീവനോടെ എണ്ണ ഒഴിച്ച് കത്തിക്കുകയുണ്ടായി. മൃഗങ്ങളുടെ തോലുരിഞ്ഞിട്ട് ആ തോലിനകത്ത് പുതപ്പ് വെച്ച് ചുരുട്ടുന്നത് പോലെ വിശ്വാസികളെ ചുരുട്ടി കെട്ടി വെയിലത്തിടും. ഹലോ, ഈ തോല് ഉണങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്താലും അത് പിന്നെ ലൂസ് ആവില്ല. അങ്ങനെ ആ മൃഗത്തിന്റെ തോലിനകത്ത് ചതഞ്ഞരഞ്ഞ് ജീവനോടെ ആളുകൾ മരിക്കുമായിരുന്നു. ഒരുപാട് കഷ്ടതകൾ വാക്കുകൊണ്ട് വിവരിപ്പാൻ കഴിയുന്നതിനേക്കാൾ അതിസങ്കീർണമായ കഷ്ടതകൾ ക്രൈസ്തവ ജനത അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ അവരാരും കർത്താവിനെ തള്ളിപ്പറഞ്ഞില്ല. ക്രിസ്ത്യാനിയായി കഷ്ടം സഹിക്കേണ്ടി വന്നാലോ ലജ്ജിക്കരുത്. ഈ നാമം ധരിച്ചിട്ട്, ക്രിസ്ത്യാനി എന്ന നാമം ധരിച്ചിട്ട് കർത്താവിനെ മഹത്വപ്പെടുത്തുക എത്ര വേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഭാഗ്യം നൽകട്ടെ. ഇന്ന് പകലിൽ ഞാൻ വാക്കുകൾ ഇവിടെ നിർത്തുകയാണ്. ആരാണ് ക്രിസ്ത്യാനി? എങ്ങനെ ഒരു ക്രിസ്ത്യാനിയെ തിരിച്ചറിയാൻ കഴിയും? അതിന് പ്രധാനപ്പെട്ട 3 ചിന്തകളാണ് ഇന്ന് നാം ചിന്തിച്ചത്. ഒന്ന്, ക്രിസ്ത്യൻ ഈസ് ദ ഡിസൈപ്പിൾ ഓഫ് ക്രൈസ്റ്റ്. നമ്പർ 2, a Christian must be ready to witnessing the Lord wherever he get a chance. സുവിശേഷം പറയാൻ കിട്ടുന്ന ഏതൊരിടത്തും കർത്താവിനെ കുറിച്ച് പറയാൻ സന്നദ്ധത ഉള്ളവനായിരിക്കും. 3, he must be ready to suffer for his master. കർത്താവിന് വേണ്ടി ഏത്